പക്ഷേ ശ്രീരാമൻ്റെ പേര് കേട്ടാൽ കേരളത്തിലെ ഒരു വിഭാഗം മുസ്ലിമുകൾക്കും കേരളത്തിലെ ഇടത് സൈബർ പോരാളികൾക്കും ഭ്രാന്തളകുകയാണ്. ശ്രീരാമനാമം ജപിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്ന ആളുകളെ അതിനികൃഷ്ടമായി ആക്രമിക്കുകയാണ്. എന്താണ് ഇത്ര വലിയ രാമവിരോധം? അതെനിക്ക് തോന്നുന്നു രാമൻ ഒരു രാഷ്ട്രീയ പ്രശ്നമായി തീർന്നതിൻ്റെ ഒരു ചരിത്രമുണ്ടല്ലോ. ഇപ്പോൾ ശ്രീരാമക്ഷേത്രം, അയോധ്യ, ബാബരി മസ്ജിദ് ദീർഘമായ തർക്കം, പിന്നീട് അത് തകർക്കപ്പെടുന്നു, ഒരു ദേവാലയം തകർക്കപ്പെട്ടതിൻ്റെ പ്രശ്നം, അത് കഴിഞ്ഞ് ദീർഘമായ നിയമ നടപടികൾ, വിധി വരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒടുവിൽ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട സ്ഥലത്ത് ഒരു ക്ഷേത്രം കോടതി വിധി പ്രകാരം നിർമ്മിക്കപ്പെടുന്നു. ആ ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ എന്ന പേരിൽ ഈ 22-ാം തീയതി നടക്കാൻ പോകുന്ന വലിയൊരു ആഘോഷം, അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ആണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ടിപ്പോൾ മുമ്പാരും ഇപ്പോൾ ശ്രീരാമനെ അങ്ങനെ ആക്ഷേപിച്ചിട്ടില്ലല്ലോ. ഇപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ഈ രാമൻ ആരുടേതാണ് എന്നൊരു ചോദ്യം കേരളത്തിലെ, ഇന്ത്യയിലെ മൊത്തം രാഷ്ട്രീയക്കാരുടെ, സാമൂഹ്യ പ്രവർത്തകരുടെയും രാഷ്ട്രീയക്കാരുടെയും ബുദ്ധിജീവികളുടെയൊക്കെ മണ്ഡലത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഇത് BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ ദൈവമാണോ, അതല്ല ഇന്ത്യയിലെ നിഷ്കളങ്കരായ ഹിന്ദു സമൂഹത്തിൻ്റെ ആത്മീയ ദൈവമാണോ? ആ ചോദ്യത്തിന് ഇപ്പോൾ സാറ് പറഞ്ഞ അനുസരിച്ച് ഈ പറയുന്ന ഇടതുപക്ഷ ബുദ്ധിജീവികളായാലും ഇടതുപക്ഷമായാലും ഇപ്പോൾ മുസ്ലിങ്ങളിൽ ഒരു വിഭാഗം എന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് രാഷ്ട്രീയമായിട്ട് അതിനെ കാണുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി അതെങ്ങനെ ടാക്കിൾ ചെയ്യും എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. മാഷ് പറയുന്നതിനോട് എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം BJP അല്ലെങ്കിൽ അതിനു മുമ്പുള്ള പൂർവ്വരൂപമായ ജനസംഘം അല്ലെങ്കിൽ സംഘപരിവാർ എന്ന് പറയുന്ന RSS ഉണ്ടായത് 1925-ലാണ്. ജനസംഘവും BJP അതിന് ശേഷമാണ്. പക്ഷേ അതിനു മുമ്പും കഴിഞ്ഞ 500 വർഷമായി ഇന്ത്യയിലെ ഹിന്ദുക്കൾ അയോധ്യയിലെ രാമക്ഷേത്രത്തിന് വേണ്ടി ദാഹിച്ച് കേണിട്ടുണ്ട്. ഒരുപാട് സഹനങ്ങളും സമരങ്ങളും നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ജനതയുടെ അല്ലെങ്കിൽ BJPയുടെ അല്ല രാമൻ, ഇന്ത്യയിലെ ഹിന്ദുമത വിശ്വാസികളായ ശ്രീരാമചന്ദ്രൻ എന്ന് പറയുന്നത് ഇപ്പോൾ പെട്ടെന്ന് തോന്നും. കേരളത്തിൽ രാമക്ഷേത്രം എത്രയുണ്ട്? തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി മോദി വന്നു. അതിനുശേഷമാണ് ഒരുപക്ഷെ ഈ ക്ഷേത്രം കേരളം മുഴുവൻ അറിയപ്പെടുന്നത്. പക്ഷേ കേരളത്തിൽ രാമക്ഷേത്രം ഇല്ലെങ്കിലും, കേരളത്തിലെ ഹിന്ദുക്കളുടെ ഭവനങ്ങളിൽ ശ്രീരാമൻ്റെ ചിത്രമില്ലെങ്കിലും കേരളത്തിലെ ഹിന്ദുക്കളുടെ ഹൃദയത്തിലുണ്ട് ശ്രീരാമൻ. കാരണം ഒരു ഹിന്ദുവിൻ്റെ സന്ധ്യാനാമോ അല്ലെങ്കിൽ ഈശ്വര സ്തുതി ആരംഭിക്കുന്നത് രാമ 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 പാഹിമാം, രാമ നീ എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞാണ് ഹിന്ദുവിൻ്റെ പ്രാർത്ഥന ആരംഭിക്കുന്നത്. അപ്പോൾ എത്ര ക്ഷേത്രമുണ്ട്, എത്ര സ്ഥലങ്ങളിൽ രാമൻ്റെ ചിത്രമുണ്ട് എന്നല്ല. അപ്പോൾ കേരളത്തിൽ പോലും രാമൻ എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ ഹൃദയ ദൈവമാണ്. അപ്പോൾ 500 വർഷം മുമ്പ് ബാബറി മസ്ജിദ് ഉണ്ടായി വരുന്ന കാലം മുതൽ തന്നെ അവിടെ ഒരു രാമക്ഷേത്രത്തിന് വേണ്ടി ഇന്ത്യയിലെ ഹിന്ദുക്കൾ ദാഹിച്ചിട്ടുണ്ട്. അത് BJPയുടെ രാമനല്ല, ഹിന്ദുവിൻ്റെ രാമൻ തന്നെയാണ്, ഇന്ത്യയുടെ രാമനാണ്. പക്ഷേ നമ്മളങ്ങനെ അവകാശപ്പെട്ടാൽ ഇപ്പോൾ ഈ പറഞ്ഞ സംഗതിയോടൊന്നും ഇപ്പോൾ വിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ ഒരാളായ രാമൻ, അല്ലെങ്കിൽ നമ്മുടെ ഇതിഹാസങ്ങളിലൂടെ ജനമനസ്സുകളിലേക്ക് പകർന്നു കിട്ടിയ രാമൻ, നമ്മളൊക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത രാമൻ, എത്രയോ ഹിന്ദു ഭവനങ്ങളിൽ ഈ രാമനാമം ജപിച്ചുകൊണ്ടിരുന്ന ഒരു ഇന്ത്യ, അതിനൊന്നും ആരും എതിരായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് 500 കൊല്ലം മുമ്പ് എന്നൊക്കെ പറയുന്നത് ഈ മുഗളന്മാരുടെ ഭരണകാലത്തുണ്ടായ ചില പടയോട്ടങ്ങൾ, അതിക്രമങ്ങൾ, അവർ പണത്തിന് വേണ്ടി ക്ഷേത്രങ്ങൾ തകർത്തത്, ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ട സ്ഥലത്തുണ്ടായ ദേവാലയങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ പിൽക്കാലത്ത് വന്ന അവകാശവാദങ്ങൾ, അതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ കോലാഹലങ്ങൾ, കോടതി വിധികൾ, നടപടികളൊക്കെയാണ് അതിന് കാരണം. എന്തായാലും ഇപ്പോൾ വന്ന് നമ്മളിപ്പോൾ ഈ അയോധ്യയിലെ രാമക്ഷേത്രത്തോടുള്ള നിലപാട് ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലും ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ്. രാമൻ ആരും എതിരല്ല. രാഹുൽ ഗാന്ധി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്ര തുടങ്ങുമ്പോഴും പറഞ്ഞു ക്ഷേത്രത്തിൽ ആർക്കും എപ്പോഴും പോകാം. പക്ഷേ ഈ 22-ാം തീയതി നടക്കുന്നത് BJP സ്പോൺസർ ചെയ്ത ഒരു BJPയുടെ ക്ഷേത്ര എങ്ങനെ പറയാൻ പറ്റും? അല്ല, അദ്ദേഹം സുപ്രീം കോടതിയാണ് രാമക്ഷേത്രം ഉണ്ടാക്കാൻ പറഞ്ഞത്. അല്ല, സുപ്രീം കോടതിയാണ് ട്രസ്റ്റിന്റെ കമ്മിറ്റിയെ തീരുമാനിച്ചത്. അതെ, ഞാൻ സമ്മതിക്കുന്നു. അതിലൊക്കെ അങ്ങനെയൊക്കെ അന്വേഷിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, സുപ്രീം കോടതിയുടെ വിധി പ്രകാരമാണ് ക്ഷേത്രം നിർമ്മിച്ചതെന്നുള്ളത് ശരിയാണ്, നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തതാണ്. സുപ്രീം കോടതി വിധി പ്രകാരം ക്ഷേത്രം മാത്രമല്ല പള്ളിയും നിർമ്മിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ജനാധിപത്യ ഭരണം ആരാണ് നിർമ്മിക്കേണ്ടത്? ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം തന്നെയാണ്. അങ്ങനെയാണ് ഗവൺമെന്റ് സ്ഥലം അക്വയർ ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റിന്റെ സ്ഥലം കൊടുത്തിട്ട് ഇപ്പോ രാമക്ഷേത്രം നിർമ്മിച്ച ട്രസ്റ്റ് ആണെങ്കിൽ അതുപോലെ ഒരു ട്രസ്റ്റ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറയുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ.
രാമക്ഷേത്രത്തിൻ്റെ ശിലാപൂജ പോലെ തന്നെ സമാനമായ തറക്കല്ലിടൽ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ഈ പള്ളിക്കും നടന്നിട്ടുണ്ടാവണം. ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി എല്ലാ ഇന്ത്യക്കാരൻ്റെയും പ്രധാനമന്ത്രിക്ക് ഇതേ ഉത്തരവാദിത്തം പരമോന്നത കോടതിയുടെ വിധി പ്രകാരം ആ പള്ളി നിർമ്മാണത്തോടും കാണിക്കേണ്ടതുമാണ്. പക്ഷേ ശരിയായ ഉത്തരം അതൊന്നും അല്ലല്ലോ. നമുക്കറിയാം BJPയുടെ ഒരു രാഷ്ട്രീയ പ്രശ്നം തന്നെയാണ് കഴിഞ്ഞ അല്ല പക്ഷേ അതിനോട് അഭിപ്രായ വ്യത്യാസമുണ്ട്. നരേന്ദ്രമോദി ഒരു പ്രാക്ടീസിങ് ഹിന്ദുവാണ്. അദ്ദേഹത്തിൻ്റെ ഈശ്വരൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നതിൽ എന്താ കുഴപ്പം? അദ്ദേഹം മുസ്ലിം പള്ളിയുടെയോ ക്രിസ്ത്യൻ പള്ളിയുടെ തറക്കല്ലിടണം, അവിടെ പോയി അവിടുത്തെ വിശ്വാസ പ്രകാരമുള്ള ആചാരങ്ങൾ അനുഷ്ഠിക്കണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ചോയ്സാണ്. വാശിയല്ല സാർ. നമ്മളിപ്പോൾ പ്രധാനമന്ത്രി ഒരു മനുഷ്യൻ എന്ന നിലയിൽ നാളെ ഒരിക്കൽ ഈ പറയുന്ന മുസ്ലിം പള്ളി ഉണ്ടായി വരുമ്പോൾ നരേന്ദ്രമോദിയെ ക്ഷണിച്ചാൽ അദ്ദേഹം പോവില്ല എന്ന് ആര് കണ്ടു? നരേന്ദ്രമോദിയെ ക്ഷണിക്കുക പോലും വേണ്ട. ഇനി എന്തായാലും ക്ഷണിച്ചാൽ നിർബന്ധമായിട്ടും പോകണം. യാതൊരു തർക്കമില്ല. പറഞ്ഞു വന്ന കാര്യം പറയാൻ പറ്റില്ലല്ലോ. അല്ല സാർ, ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി വ്യക്തിപരമായി ഏത് ദൈവത്തെ ആരാധിക്കുന്നു എന്നുള്ളതല്ല. ഇന്ത്യയിലെ നരേന്ദ്രമോദി തന്നെ ഇന്ത്യയിലെ ഏതെല്ലാം ദേവാലയങ്ങളിൽ ഇപ്പോൾ സന്ദർശിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഏത് പ്രധാനമന്ത്രിയാണ് ഇന്ത്യയിലെ എല്ലാ ദേവാലയങ്ങളിലും പോകാത്തത്? അവിടുത്തെ ആചാരങ്ങളിൽ, അനുഷ്ഠാനങ്ങളിൽ, ഉത്സവങ്ങളിൽ, ആഘോഷങ്ങളിൽ ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. മോദി മാത്രം പോകുമ്പോൾ പ്രശ്നം അല്ല, മോദി പോകണം എന്നാണ് ഞാൻ പറയണത്. മോദി പോകണം, ക്ഷേത്രത്തിൽ മാത്രമല്ല. ഈ ക്ഷേത്രം സവിശേഷമായും കഴിഞ്ഞ 50 കൊല്ലത്തെ ഇന്ത്യയുടെ ഒരു ശ്രദ്ധ പതിഞ്ഞ ക്ഷേത്രമാണ്. മാത്രമല്ല ഒരു ദേവാലയം, ആ ദേവാലയത്തിൻ്റെ ബാക്ക് ഫയലിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ കോടതി വിധി പറഞ്ഞാണ് ശരി. അന്യായമാണ്, കുറ്റമാണ്. ഈ പട്ടാപ്പകൽ വെട്ടത്തിൽ ഒരു ദേവാലയം തകർക്കപ്പെട്ടതാണ്, ക്രിമിനൽ കുറ്റമാണ്, കോടതി വിധിയിലുണ്ട്. എന്നാൽ ഇനി ഒറ്റ കാര്യമുള്ളൂ, നീതിയേക്കാൾ ഇനി ഞങ്ങൾ പരിഗണിക്കുന്നത് ശാന്തിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നൊരു വിധിയാണത്. അതുകൊണ്ട് ഈ വിധിയുടെ ശരിതെറ്റുകൾ അതേ സമയത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇക്ബാൽ അൻസാരി ഉൾപ്പെടെ ബാബരി മസ്ജിദിന് വേണ്ടി കേസ് നടത്തിയവരും അംഗീകരിച്ചത് ഇന്നലെ വരെ ഞങ്ങൾ നീതിക്ക് വേണ്ടി പൊരുതി. ഇന്ന് ഞങ്ങൾ ഇന്ത്യക്കാരെന്ന നിലയിൽ പരമോന്നത നീതിപീഠത്തിൻ്റെ വിധിയെ അംഗീകരിക്കുന്നു എന്ന് മനസ്സിലായില്ലേ? അവരെ വീണ്ടും വേദനിപ്പിക്കുന്ന തരത്തിലേക്ക് പോവാതിരിക്കുന്നതാണ് അതിൻ്റെ ശരി. അവരെ വേദനിപ്പിക്കുന്നൊന്നും നടന്നില്ല. ഇപ്പോൾ ഏകപക്ഷീയമായി ആ സുപ്രീം കോടതിയുടെ വിധി ഇക്ബാൽ അൻസാരി പോലും അംഗീകരിച്ച ആ തീരുമാനപ്രകാരം, ആ നിശ്ചയപ്രകാരമുള്ള രാമക്ഷേത്രം ഉയർന്നു വരുമ്പോൾ അവിടെ പോകാൻ ആഗ്രഹിക്കുന്ന, അവിടെ പോകണമെന്ന് പറയുന്ന, രാമനാമം ജപിക്കണം എന്ന് പറയുന്ന കേരളത്തിൻ്റെ വാനമ്പാടിയായ ചിത്രയെ പോലുള്ള ആളുകളെ പോലെ അതിനിശ്ചിതമായി ആക്രമിക്കുകയാണ്. അല്ല, ചിത്രയൊക്കെ ഇഷ്യൂ വേറെയാണ് സാർ. ഞാൻ പറഞ്ഞ നമ്മൾ ഈ ഇഷ്യൂ അവസാനിപ്പിക്കും. ചിത്രയെക്കുറിച്ച് നമുക്ക് പറയാം. തീർച്ചയായിട്ടും ചിത്ര പറയേണ്ടതുണ്ട്. കണക്റ്റഡ് ആണ്, ഞാൻ പറയാം. അപ്പോൾ ഇതിൽ ഇത്രയേ ഉള്ളൂ. ഇപ്പോഴത്തെ ഈ ഒരു ക്ഷേത്രത്തെ, അയോധ്യയിലെ രാമക്ഷേത്രത്തെ മുൻനിർത്തിയിട്ട് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും അല്ലെങ്കിൽ മുഴുവൻ ഇടതുപക്ഷക്കാരും മുഴുവൻ സെക്കുലറിസ്റ്റുകളും ഈ രാമവിരുദ്ധരായി എന്ന് ധരിക്കരുത്. അത് രാഷ്ട്രീയമായി അവർ ഇപ്പോൾ എടുക്കുന്നൊരു സ്റ്റാൻഡാണ്. അത് അയോധ്യയിലെ രാമക്ഷേത്രത്തെക്കുറിച്ച് മാത്രം, അയോധ്യയിലെ രാമന് പോലും ബാധകമല്ല. അയോധ്യയിൽ പള്ളി തകർക്കപ്പെട്ട അത് എങ്ങനെ ശരിയാവും പക്ഷേ? കാരണം അയോധ്യയിലെ രാമക്ഷേത്രം ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തിന്റെ തീർപ്പ് പ്രകാരം ഉണ്ടായി വരുന്നതാണ്. അതിനെ അംഗീകരിക്കില്ല എന്ന് പറയുന്ന നിങ്ങൾക്ക് എന്ത് സെക്കുലറിസം, എന്ത് ജനാധിപത്യമാണുള്ളത്? അംഗീകരിക്കാത്തതിൻ്റെ പ്രശ്നമല്ല സാർ. അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഒരു ജനത കോടതി വിധിയിൽ തന്നെ രണ്ടും ഉണ്ട് സാർ. അർദ്ധനാരീശ്വരൻ എന്ന് പറയുന്ന പോലെ ഇത് നീതിയല്ല എന്ന് കോടതി തന്നെ പറഞ്ഞിട്ട് ശാന്തിക്ക് വേണ്ടി ഇതല്ലാതെ ഒരു തീർപ്പ് ഞങ്ങൾക്ക് കൽപ്പിക്കാൻ പറ്റില്ല. നീതിയല്ല എന്ന് മാത്രമല്ല കോടതി പറഞ്ഞത്, അവിടെ ഒരു തകർക്കപ്പെട്ട കെട്ടിടത്തിന്റെ സ്ട്രക്ചർ ഉണ്ട്, അത് ക്ഷേത്രമാണോ എന്നതിൽ തീർപ്പ് കൽപ്പിക്കാനായിട്ടില്ല എന്ന് കോടതി പറയുന്നുണ്ട്. കോടതി എന്തിനാണ് അന്തിമമായി തീർപ്പ് കൽപ്പിക്കുന്നതിനാണല്ലോ കോടതി എന്ന് പറയാ. കോടതിയുടെ നിസ്സഹായത പോലും ആ വിധിയിൽ വ്യക്തമാണ്. അല്ല, തീർപ്പ് പറഞ്ഞില്ലേ സാർ, ആ വിധിയുടെ ഡീറ്റെയിൽസ് 4000 പേജ്. ഇപ്പോൾ ആ ഡീറ്റെയിൽസ് വായിച്ചു നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകുന്നത് കോടതിയുടെ പോലും നിസ്സഹായത. ആ സ്ഥാനത്ത് നമ്മളായിരുന്നാലും ആ നിസ്സഹായം നിലനിൽക്കുന്നുണ്ട്. അപ്പം നിസ്സഹായാവസ്ഥയിൽ നിസ്സഹായരായ മനുഷ്യരുടെ വേദനയും കൂടി ഉണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു പള്ളിയെ മുൻനിർത്തിയിട്ട്, ബാബരി മസ്ജിദ് പള്ളി നിലനിന്ന സ്ഥലത്ത് ഈ പറഞ്ഞ അവകാശവാദങ്ങളൊക്കെ ഇന്ത്യയിലെ ഏത് പള്ളി ചോട്ടിൽ നിങ്ങൾ കളച്ചു നോക്കിയാലും പഴയ ഏതെങ്കിലും ക്ഷേത്രങ്ങളുടെയൊക്കെ അടയാളങ്ങൾ കണ്ടു കിട്ടുമെന്ന് അല്ല, തീർച്ചയായിട്ടും ഉണ്ടാവുന്നേ. ചരിത്രത്തിന്റെ വിശ്വാസികൾ ആഗ്രഹിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയും. എന്തുകൊണ്ടാണെന്നറിയാം ഞാൻ പറയുന്നത്? വിശ്വാസപരമായും വൈകാരികമായും തെറ്റായതുകൊണ്ടല്ല. ഒന്നുകൊണ്ട് തീരില്ല സാറേ. ഇപ്പോൾ രാമക്ഷേത്രം നിർമ്മിക്കപ്പെടുന്നു, അതിൻ്റെ പ്രാണപ്രതിഷ്ഠ നിർവഹിക്കപ്പെടുന്നു. സമാനമായി ഇന്ന് ഉയർന്നു വന്ന മധുര പുതിയ സർവേ തുടങ്ങിയിരിക്കുന്നു, തുടങ്ങണമെന്ന വാദം വന്നിരിക്കുന്നു. ഒരിക്കലും തീരാത്ത ദേവാലയങ്ങളെ ചൊല്ലിയുള്ള, ഞാൻ പറഞ്ഞിട്ടോ സാർ, ദേവാലയങ്ങളെ ചൊല്ലിയുള്ള ഒരിക്കലും തീരാത്ത തർക്കത്തിലേക്ക് ഇന്ത്യ പോവുകയാണോ?
ഒരിക്കലും ഉണങ്ങാത്ത ചോരച്ചാലുകൾ ഇനിയും ഇന്ത്യയിൽ അല്ല ഒഴുകാൻ പോവുകയാണോ? തീർച്ചയായുമല്ല. കാരണം ആവാതിരുന്നാ നല്ലത്. കാരണം അതുകൊണ്ട് ഇതിൽ ഈ ആശങ്കയെ അല്ല, മുൻനിർത്തി കാരണം ഞാൻ എന്ന് ഇടപെടുന്നത് ക്ഷമിക്കുക. കാരണം മാഷ് പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട്, അധിനിവേശ കാലത്ത് തകർക്കപ്പെട്ടിട്ടുണ്ട്. അത് വംശീയമായ പ്രശ്നങ്ങളുണ്ടാവും, സാമ്പത്തിക താല്പര്യങ്ങളുണ്ടാവും, പലതും ഉണ്ടാവും. എന്നാൽ പോലും ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ആത്മാവ് എന്ന് പറയുന്നത് ശ്രീരാമനാണ്. ശ്രീരാമനെ ബന്ധപ്പെടുത്തി ആണ് ഇന്ത്യയുടെ സംസ്കാരം, കൾച്ചർ, സാഹിത്യം, വിശ്വാസം ഒക്കെ രൂപപ്പെട്ടിട്ടുള്ളത്. മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളുടെയും സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന പ്രധാനപ്പെട്ട 3 ദേവതാ സങ്കല്പങ്ങളിൽ ഒന്ന് ശ്രീകൃഷ്ണനുണ്ട്, ഒന്ന് ശിവനുണ്ട്, ഒന്ന് ശ്രീരാമനുണ്ട്. അവിടെ അവർ ആവശ്യപ്പെടുന്നത് ശ്രീരാമൻ്റെ ഈ 3 ക്ഷേത്രങ്ങളും, ഹിന്ദുക്കളുടെ 3 മഹാക്ഷേത്രങ്ങളും അന്യാധീനപ്പെട്ട് ആക്രമണത്തിനിരയായി തകർക്കപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ 3 ക്ഷേത്രങ്ങൾ വിട്ടുതരൂ എന്ന് പറയുന്നത്. ആയിരക്കണക്കിന് തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളെക്കുറിച്ച് പറയുന്നില്ല. ഈ 3 എണ്ണം മഹാഭാരതത്തിൽ പറയുന്നത് 5 വീടുകളെങ്കിലും തരൂ എന്ന് പറഞ്ഞതുപോലെ 3 ക്ഷേത്രങ്ങളെങ്കിലും വിട്ടുതരൂ എന്നുള്ള ഹിന്ദുക്കളുടെ വിലാപം എന്തുകൊണ്ട് കേട്ടുകൂടാ? തീർച്ചയായിട്ടും കേൾക്കാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 3 അല്ല സർ, 3000 ആവശ്യപ്പെട്ടതിൻ്റെ പട്ടികയുണ്ട്. ഇപ്പൊ 3 മാത്രമേ പറയുന്നുള്ളൂ. ആര് പറഞ്ഞു? 3 പറയാൻ പാടില്ല. മോഹൻ ഭഗവത് പറഞ്ഞത് ഇനിയൊരു പള്ളിയെക്കുറിച്ച് മിണ്ടരുത് എന്നായിരുന്നു. ഇപ്പോൾ അതാ ക്ഷേത്രം പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോഴേക്ക് അയോധ്യയിലെ കാശിയിലെ വന്നു. ഞാൻ പറഞ്ഞ് ഇനിയൊരു പള്ളിയും മാന്തി നോക്കണ്ടെന്നാണ് പറഞ്ഞത്. അല്ല, അതിൻ്റെ അർത്ഥം എന്താ? ആ പറഞ്ഞതിൽ ഉത്തരവുണ്ട് സർ, പറഞ്ഞതിൽ ഉത്തരവുണ്ട്. നിങ്ങൾ ചരിത്രത്തിൻ്റെ കണക്ക് തീർക്കാൻ പോയാൽ മനുഷ്യർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ ഈ രാജ്യം ഉണ്ടാവില്ല. ശ്രീരാമൻ്റെ ഇന്ത്യ ഉണ്ടല്ലോ, നിങ്ങൾ ഈ പറയുന്ന ശ്രീരാമൻ്റെ ഇന്ത്യ പോലും ഒരു പിൽക്കാലത്ത് മനുഷ്യൻ സംസ്കാര സമ്പന്നനായി തീർന്നപ്പോൾ നമ്മുടെ ഇതിഹാസങ്ങളുടെയൊക്കെ ഒരു ചുറ്റുവട്ടത്ത് നമ്മൾ രൂപപ്പെടുത്തിയെടുത്ത ഒരു വല്ലാത്ത അല്ല, ശ്രീരാമനും ശ്രീകൃഷ്ണനൊക്കെ ജനിച്ചു എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് ആ സ്ഥലം പോലും ഇല്ല എന്ന് പറയുന്നത് എത്ര വലിയ അനീതിയാണ്. ആ സ്ഥലം കൊടുക്കുന്നതിന് ആരും എതിരല്ല സാറേ. പ്രശ്നം എവിടെയെന്നറിയോ? ആ സ്ഥലം ആർക്ക് കൊടുക്കാനാണ്? നമ്മുടെ ഭൂമിയാണ്, നമ്മുടെ മണ്ണാണ്, ആർക്ക് കൊടുക്കാനുള്ളതാണ്. പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ നൂറ്റാണ്ടുകളായിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ടായി വരുന്നു, അതിന് ചുറ്റും ഒരു വിശ്വാസം ഉണ്ടായി വരുന്നു, അതിൻ്റെ ചുറ്റും ഒരു ജനതതി ഉണ്ടായി വരുന്നു. അവരും ശിഷ്ടജനങ്ങളും തമ്മിലുള്ള ശത്രുതയും പോരും യുദ്ധവും ഇനിയും ആവർത്തിക്കണോ? ഈ ബാബറി പള്ളിയാണെങ്കിലും ശ്രീകൃഷ്ണ ജന്മഭൂമിയിലെ പള്ളിയാണെങ്കിലും കാശിയിലെ ഗ്യാൻബാബി ആണെങ്കിലും അവിടെ സന്ദർശിക്കുന്ന ഏതൊരാൾക്കും അതൊരു പരമ്പരാഗത ശൈലിയുള്ള മോസ്ക് അല്ല എന്ന് വ്യക്തമാകും. അതിൻ്റെ രൂപഘടന ഇപ്പോൾ ഗ്യാൻബാബിയിൽ ചെന്നാൽ ശിവക്ഷേത്രത്തിലൊക്കെ ശ്രീകോവിലിലേക്ക് ഉള്ളിലേക്ക് നോക്കിയിരിക്കുന്ന നന്ദിയുണ്ട്. ഗ്യാൻബാബിയുടെ മുന്നിൽ ഇരിപ്പുണ്ട് നന്ദിയെ കണ്ട് അനുമതി തേടിയിട്ടാണ് ഒരു ഹിന്ദു ഭക്തൻ ശിവഭഗവാനെ കാണാൻ പോകുന്നത്. ആ നന്ദിയുടെ വിഗ്രഹം മാത്രം തകർക്കപ്പെട്ടിട്ടില്ല. അതെന്താണെന്ന് തകർക്കപ്പെട്ട ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞോട്ടെ, അങ്ങനെയുള്ളപ്പോൾ ഇതൊരു വലിയ മുറിവായി ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ മനസ്സിൽ മുറിവായി കിടക്കുകയാണ്. ശ്രീകൃഷ്ണൻ ജനിച്ച സ്ഥലം ഇല്ല, കാശി വിശ്വനാഥൻ്റെ മണ്ണ് ഇല്ല, ശ്രീരാമൻ ജനിച്ച മണ്ണ് ഇല്ല. അവിടെ ഞങ്ങൾ തകർക്കപ്പെട്ട് കിടക്കുന്ന ക്ഷേത്രത്തിൻ്റെ മുകളിൽ ഞങ്ങൾ ഒരു സംഭവം ഉണ്ടാക്കും, ഒരു ആരാധനാലയം. ഇവർ പോലും ഈ പറഞ്ഞ ബാബറി പള്ളി, ഞാൻ വായിച്ചത് എൻ്റെ അറിവ് തെറ്റാണെന്ന് അറിയില്ല, ബാബറി പള്ളിയിൽ പോലും ഈ പറയുന്ന പോലെ ഒരു വർഷിപ്പ് എന്ന തരത്തിലുള്ള ആരാധനാക്രമം സ്ഥിരമായി വലിയ തോതിൽ നടന്നിട്ടില്ല എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അല്ല, അവസാന കാലത്ത് ഉണ്ടായിരുന്നില്ല, അബാൻഡൻ്റ് ആയിരുന്നു, അതായത് ഒറ്റപ്പെട്ട പള്ളിയായിരുന്നു. ആളുകൾ അവിടെ ജനസംഖ്യയുടെ ഒക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് ശരിയാണ്. പക്ഷെ അത് മാത്രമല്ല, അത് ഈ മുഗളന്മാർ പോയി കഴിഞ്ഞപ്പോൾ അവരുടെ പടയോട്ടക്കാലത്തും ഒക്കെ ഉണ്ടാക്കുന്ന പള്ളിയാണല്ലോ. അത് ആ ഒരു പരിവട്ടം കഴിഞ്ഞ ആ ഒരു കാലം കഴിഞ്ഞപ്പോൾ പോയിട്ടുണ്ടാവും, കുറഞ്ഞിട്ടുണ്ടാവും. ആളുകൾ കുറവായിരുന്നൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. അത് ആ കാലത്തൊക്കെ വാർത്ത ഉണ്ടായിരുന്നു. പ്രശ്നമൊന്നുമല്ല സാറേ, ഇതിൽ 2 തരത്തിൽ നമുക്കിതിനെ കാണാം. നമുക്ക് ഇന്ത്യയിൽ രാഷ്ട്രീയമായി ആളുകളെ വർഗീയമായി പോളറൈസ് ചെയ്ത് ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാൻ എന്നൊക്കെയുള്ള മുദ്രാവാക്യം മുഴക്കിയിട്ടാണ് BJP വന്നത്. BJPക്ക് ഇനിയും മുന്നോട്ട് പോകാനുള്ള ഒരു കവിത എഴുതിയ ആരാണ്? ഹിന്ദു അല്ല, ഞാൻ പറയുന്നത് ഹിന്ദുസ്ഥാൻ കവിത ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട് സാർ. ഇപ്പോൾ ഏറ്റവും അവസാനം പറയുന്നത് നിങ്ങൾ ഇക്ബാലിൻ്റെ പേരായിരിക്കും. ഞാൻ പറയുന്നത് അതൊക്കെ എത്രയോ മുമ്പ്, ഇക്ബാലൊക്കെ ഒടുവിൽ എഴുതിയ ആളാണ്. ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത് ഹിന്ദു മതവുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു കൺസെപ്റ്റ്. അതെ, ഒരു കൺസെപ്റ്റ്. അവിടെ അങ്ങനെ വരുമ്പോൾ ആലോചിക്കാവുന്നത്, നമ്മളെപ്പോലുള്ളവർക്ക് ഇരുന്ന് ആലോചിക്കുമ്പോൾ ഈ പ്രവാചക പരമ്പരയിൽ എല്ലാ മതങ്ങളുടെയും കണ്ണിൽ നിന്ന് പ്രവാചക പരമ്പരയിൽ ശ്രീരാമനുണ്ട്, ശ്രീകൃഷ്ണനുണ്ട്, എല്ലാ മതത്തിനെയും. നിങ്ങൾ ഈ സെമിറ്റിക് മതം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മാറ്റി നിർത്തിയിട്ട് ഒരു ശത്രുവിനെ, ഒരു അപരത്വം സൃഷ്ടിക്കാൻ നോക്കിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ശ്രീരാമൻ്റെ ചെയ്യാവുന്നത് മുസ്ലിങ്ങൾക്കും ചെയ്യാവുന്നത്, പണ്ട് KK മുഹമ്മദൊക്കെ പറഞ്ഞിരുന്നു. അതാണ് ശ്രീരാമൻ്റെ അമ്പലമാണെങ്കിൽ അത് ആ പള്ളി പൊളിച്ചിട്ട് കൊടുക്കാൻ നിൽക്കണ്ട, വിട്ടുകൊടുക്കുക. അങ്ങനെ ഒരു മാതൃക കാണിക്കണം എന്നാണ് അന്ന് KK സാർ പറഞ്ഞിരുന്നത്. പക്ഷെ കേട്ടില്ല. KK മുഹമ്മദ് സാറ് അന്ന് അബ്ദുള്ള പറഞ്ഞിട്ടുണ്ട്, ഫസൽ ഗഫൂർ പറഞ്ഞിട്ടുണ്ട്,
ഞാൻ കേട്ടില്ല. ഫസൽ ഗഫൂർ പറഞ്ഞിരിക്കുന്നത് അല്ലാത്ത നോർമൽ ഡേയ്സിൽ പോലും നമ്മൾ അയോധ്യയിലെത്തിൽ ഒരു 1.5 ലക്ഷം ആളുകൾ ഭക്തരായിട്ട് അവിടെ ഹിന്ദുക്കൾ വരുന്നുണ്ട്. അവരുടെ ഒരു വൈകാരികമായ അങ്ങനെ കണ്ടാൽ മതി. ഈഫ്സ് ആൻഡ് ബട്ട്സ് ഒന്നും ഇല്ലല്ലോ ഹിസ്റ്ററിയിൽ. മാഷ് പറഞ്ഞ പോലെ ഈ സെമിസ്റ്റിക് മതങ്ങളുടെ ഒരു കാര്യം പറഞ്ഞില്ലേ, സിറിയ ഒരു കാലത്ത് ക്രിസ്ത്യൻ രാജ്യമായിരുന്നു. സിറിയയിൽ 100 കണക്കിന് പള്ളികൾ തകർക്കപ്പെട്ടിരിക്കുന്നത് അത് എന്തുകൊണ്ട് സംഭവിക്കും? അല്ല, ഉണ്ടെന്നേ. ഇതിൽ 3 കാര്യങ്ങളുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സെമിറ്റിക് മതങ്ങൾക്ക് ഉള്ളിൽ അതിൻ്റെ ഐഡിയോളജിക്കലി തന്നെ, അതിന് ആശയപരമായി തന്നെ പരസ്പരമുള്ള ശത്രുതയുടെ ഒരു ബീജം അതിനകത്തുണ്ട്. ജൂതായിസം, ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം, ഈ 3-നകത്തും അവർ തമ്മിലുള്ള ശത്രുതയുടെ അംശങ്ങളുണ്ട്, ആശയപരമായി തന്നെ ഉണ്ട്. അത് പക്ഷേ ഈ സെമിറ്റിക് മതങ്ങളാണ് ഇന്ത്യൻ സംസ്കാരത്തെ തകർത്തത് എന്ന് വാദിച്ചുകൊണ്ട് അതിൻ്റെ വൈരുദ്ധ്യം പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തത്, അഫ്ഗാനിസ്ഥാനിൽ പീരങ്കി വെച്ച് തകർക്കപ്പെട്ട ബുദ്ധവിഹാരങ്ങളെയും ബുദ്ധ പ്രതിമകളെ ഞാൻ ഓർക്കുകയാണ്. ആരാണ് തകർത്തത്? അതൊന്നും ഈ പറഞ്ഞ കാര്യം ഓർക്കേണ്ടതുണ്ട്. ഇതിനൊക്കെ പറയുമ്പോൾ തന്നെ ആരെങ്കിലും ഈ ഒരു സമൂഹത്തിലെ ഏതെങ്കിലും ക്രിമിനൽ മനസ്സുള്ളവരോ അജ്ഞതയുടെ ഇരുട്ട് നിറഞ്ഞ ക്രിമിനൽ മനസ്ഥിതിയാണോ? കാരണം എവിടെ ഇതര മതസ്ഥന്റെ ആരാധനാലയങ്ങൾ സിറിയയിലാവട്ടെ, ലെബനനിലാവട്ടെ, അഫ്ഗാനിസ്ഥാനിലാവട്ടെ, അയോധ്യയിലാവട്ടെ തകർക്കപ്പെടുന്നത് ക്രിമിനൽ മനസ്സുകൊണ്ടാണോ ആ മതത്തിന്റെ സ്വാധീനം കൊണ്ടാണോ? അല്ല, അത് രണ്ടും കൂടി ചേർന്നതാണ്. അതായത് ഈ മതത്തിൻ്റെ സ്ക്രിപ്റ്റിനെ സാറേ നമുക്ക് എങ്ങനെയെങ്കിലും മതത്തിൻ്റെ സ്ക്രിപ്റ്റിനെ ഏത് ക്രിമിനലിനും ഏത് അജ്ഞാനിക്കും ഏത് വിവരം കെട്ടവനും അവൻ്റെ അളവിലേക്ക് മാറ്റിയെടുക്കാനും സഹോദര സമുദായങ്ങളെ കൊല്ലാനും ഉപയോഗിക്കാൻ പറ്റും മതത്തിൻ്റെ സ്ക്രിപ്റ്റ്. അതേ സ്ക്രിപ്റ്റ് തന്നെ ഇതിൻ്റെ സ്പിരിറ്റ് അറിയാവുന്ന ഒരാൾക്ക്, അതായത് ഈ പാഠവും പൊരുളും എന്ന് പറയും, ഒരു മതത്തിന്റെ പൊരുൾ അറിഞ്ഞിട്ട്, ആത്യന്തികമായ പൊരുൾ സമാധാനം, ഇസ്ലാം എന്ന വാക്കിന്റെ പേര് തന്നെ സമാധാനം. ലോകത്ത് എവിടെ കാണിക്കുന്നത്? അതാ ഞാൻ പറയുന്നത്. ഏത് രാജ്യത്ത് അതിനുവേണ്ടി മാത്രം ജീവിക്കുകയും അത് മാത്രം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന വലിയ ഇസ്ലാം ഉണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ പോലും, ഇസ്ലാമിക് കൺട്രീസ് ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ പോലും സമാധാനം ഉണ്ടോ? അല്ല, ഗൾഫ് രാജ്യം എന്ന് പറയുന്നതിന് നിങ്ങൾ അങ്ങനെ ഇസ്ലാമിന്റെ ആത്യന്തികമായ ഇതായിട്ടൊന്നും കാണണ്ട. ഒരു ഭരണകൂടമാണ്. അല്ല, ഇസ്ലാമിക സമാധാനമാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ല, എവിടെ രാജഭരണം ഉണ്ടോ അവിടെ ഇസ്ലാം ഉണ്ടാവില്ല. ഇത് ഒരു ആത്മീയമായ ഇസ്ലാമിക് രാജ്യം നമ്മുടെ മുന്നിലുണ്ട്, കുറേയേറെ രാജ്യങ്ങളുണ്ട്, ഒറ്റ എണ്ണമില്ല. ഐ ചലഞ്ച് യു. നിങ്ങൾക്ക് ഇസ്ലാമിക് ഭരണം എന്താണെന്ന് അറിയാഞ്ഞിട്ടാ? ഇല്ല. അപ്പൊ ഈ കാണുന്ന ഒന്നുമല്ല, നെവർ. ഭൂമിയിൽ നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് അറിയാവുന്ന അല്ല, ഗൾഫ് രാജ്യങ്ങൾ കാണിക്കുന്നത് ഇസ്ലാമല്ല. അപ്പോ ഈ എന്ന് പറയുന്നത് ISIS കാണിക്കുന്നു ഇസ്ലാമല്ല. പിന്നെ ഏതാണ് ഇസ്ലാം? ഇസ്ലാം ഏതാണെന്ന് ചോദിച്ചാൽ ഇസ്ലാമിനെ കുറിച്ച് അറിയാവുന്ന യഥാർത്ഥ സ്കോളേഴ്സ് നിങ്ങളോട് ഒറ്റ ഉത്തരേ പറയുള്ളൂ. ചരിത്രത്തിൽ 10 വർഷം മദീനയിൽ പ്രവാചകൻ നടത്തിയ ലക്ഷണമൊത്ത ഭരണമുണ്ട്. അതിനാണ് ഇസ്ലാമിക ഭരണം എന്ന് പറയാം. അതിന് മുമ്പോ ഇല്ല പിമ്പോ ഇല്ല. എവർ ഇറാൻ 1978 ഇസ്ലാമിക വിപ്ലവത്തോടെ ഇറാനിൽ ഇസ്ലാമിക ഭരണം വന്നില്ലേ? ഇവിടുത്തെ ആരെങ്കിലും അംഗീകരിക്കും അത്? ഇറാൻ ഇസ്ലാമിക ഭരണം നടന്നു. ഇസ്ലാം സമാധാനമാണ് എന്ന് പറയുന്നതിന്റെ യുക്തിയാണ് ഞാൻ ചോദിച്ചത്. നമ്മുടെ മുന്നിൽ അല്ല സാർ, സമാധാനം എന്ന് പറയുന്ന സാധനം ഇന്നലെ പാകിസ്ഥാനിലേക്ക് ഇറാൻ മിസൈൽ അയച്ചിട്ടിരിക്കുക, സർജിക്കൽ സ്ട്രൈക്ക് നടത്തി. അല്ല സാർ, ആറ്റം ബോംബിട്ട് അമേരിക്കക്ക് ഇത് ബാധകല്ലേ? നിങ്ങൾ ഒരു ഇസ്ലാമിനെ തന്നെ ചൂണ്ടിക്കാണിച്ച് അക്രമം കാണിക്കുന്നവനൊക്കെ ഇസ്ലാം അല്ല, സമാധാനമാണ് ഇസ്ലാം എന്ന് ആ വാക്കിന്റെ അർത്ഥമാണെന്ന് ഞാൻ പറഞ്ഞോളൂ. അത് എല്ലാ മതത്തിനും അതുണ്ട്. യേശുക്രിസ്തു അതല്ലേ? ബുദ്ധൻ അതല്ലേ? ലോകത്തിൽ ഇന്ന് ഞാൻ സാറിനോട് നേർക്കുനേരെ ചോദിക്കട്ടെ, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ അക്രമം കാണിക്കുന്ന ഏറ്റവും വലിയ ഭീകരവാദി ഇസ്ലാം പോലുമല്ല. ഞാൻ കാണിച്ചു തരാം. ഞാൻ വസ്തുതകൾ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് തെളിയിച്ചു തരാം. ആരാന്നറിയങ്ങൾ? ഒരു ഉറുമ്പിനെ പോലും നോവിക്കരുതേ എന്ന് ലോകത്തെ പഠിപ്പിച്ച, ലോകത്തിന് ഇന്ത്യ കൊടുത്ത ഏറ്റവും മികച്ച സംഭാവന, ശ്രീരാമനേക്കാൾ വലിയ സംഭാവന ശ്രീബുദ്ധനാണ്. ശ്രീബുദ്ധന്റെ അനുയായികളാണെന്ന് ലോകത്തെ കൊന്നുകൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ശ്രീലങ്കയ്ക്ക് എന്താ പറ്റി സാർ? ഗതികേടൊന്നുമല്ല സാർ, ഗതികേടൊന്നുമല്ല. ശ്രീലങ്കയിൽ സിംഹള തീവ്രവാദികൾ എന്ന് പറയുന്ന ബുദ്ധനാണ്. അവർക്ക് മഹാഭൂരിപക്ഷമുണ്ട്, ഒരു ഗതികേടുമില്ല അവിടെ. അവിടുത്തെ ഈ തമിഴ് വംശക്കാരെ മുഴുവൻ കൊന്നൊടുക്കി തുടച്ചു നീക്കിയതാരാ? നമ്പർ 2, തൊട്ടപ്പുറത്ത് തെക്കോട്ട് പോയാൽ അതാ സ്ഥിതി, വടക്കോട്ട് പോയാൽ മ്യാൻമർ. എന്താ മ്യാൻമറിലെ സ്ഥിതി? അതുകൊണ്ട് ഇത് നമ്മളിപ്പോൾ അക്രമം ഞാൻ നേരത്തെ നമ്മൾ കൂട്ടി വെച്ച് വായിക്കേണ്ടി വരും. അവിടുത്തെ ബുദ്ധ സന്യാസിമാർക്കും ഒക്കെ ആയുധം എടുക്കേണ്ടി വന്നത് എങ്ങനെയാണെന്നുള്ളത്. എവിടുത്തെ? മ്യാൻമറിലും പഴയ ബർമയില്ലേ? പഴയ ബർമ, അതിനാണ് മ്യാൻമർ എന്ന് പറഞ്ഞത്. ബുദ്ധ സന്യാസിമാർ ഒന്നും അവിടെ ആയുധം എടുത്ത് പോരാടുന്നില്ല. ഇന്ത്യയിൽ സംഭവിക്കുന്ന പോലെ തന്നെ ചില സന്യാസിമാർ ഈ അക്രമികളായ സംഘത്തെ സംഘടിപ്പിച്ചിട്ട് അവരുടെ നേതൃത്വം വഹിക്കുന്നു. അവരവിടുത്തെ രാഷ്ട്രീയ ശക്തിയായിട്ട് മാറുന്നു. സൂചിയെ പിടിച്ച് തടവിലിടുന്നു. സമാധാനപ്രേമികളായ നേതാക്കൾ അവിടെയുണ്ട്.
അപ്പോൾ ഇങ്ങനെ നമ്മൾ ലോകത്തിലെ കണക്കെടുക്കുമ്പോൾ നമുക്കിഷ്ടമില്ലാത്ത ആരെങ്കിലും ഒരു രാജ്യത്തിൻ്റെ മാതൃക എടുത്ത് അല്ല, നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ തിരിച്ചു നമ്മളൊന്ന് വഴിമാറിപ്പോയി. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് രാമക്ഷേത്രം യാഥാർത്ഥ്യമാവുകയാണ്, നമ്മുടെ പരമോന്നത നീതിപീഠത്തിൻ്റെ വിധിയാണ്. അത് റിയലൈസ് ചെയ്യപ്പെടുമ്പോൾ, അത് ഓപ്പൺ ചെയ്യപ്പെടുമ്പോൾ രാംലല്ല, ചെറിയ രാമനെയാണല്ലോ പ്രതിഷ്ഠിക്കുന്നത്, അതുകൊണ്ടാണ് രാംലല്ല എന്ന് പറയുന്നത്. രാംലല്ലയെ കണ്ണാടി കാണിച്ച് നമ്മുടെ പ്രധാനമന്ത്രി കണ്ണു തുറന്ന് രാമൻ യാഥാർത്ഥ്യമാകുമ്പോൾ വീണ്ടും പകയുടെ കനലുകൾ കേരളത്തിൽ നിന്ന് എരിക്കുന്നത് എന്തിനാണ്? അത് പാടില്ലാത്തതാണ്. പക്ഷേ അതിന് കാരണക്കാരും നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഈ പറഞ്ഞ ഒരുപാട് വേദനയുടെ അംശവും ഒരു ചരിത്രമൊക്കെ അതിലുണ്ടല്ലോ. നമ്മളില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സാർ, ഞാൻ ചോദിക്കട്ടെ, തൃപ്രയാറിലെ രാമക്ഷേത്രത്തെക്കുറിച്ച് അല്ലല്ലോ തർക്കം. അല്ല, കേരളത്തിൽ നിന്ന് മാത്രമേ ഉള്ളൂ ഈ വേദന. കേരളത്തിലാണെങ്കിൽ തൃപ്രയാറിലെ രാമക്ഷേത്രത്തിലെ ശ്രീരാമനെ ആരെങ്കിലും ചോദ്യം ചെയ്തിട്ടുണ്ടോ? അങ്ങനെയല്ല. ഇപ്പൊ ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ അറിയാം, ഒന്നുമില്ല, അങ്ങനെയാണ്. ഇല്ല. എന്താ സംഭവിച്ചത്? രാമനാമം ചൊല്ലണം എന്താണ് ചിത്ര പറഞ്ഞത്? രണ്ട് കാര്യമുണ്ട് സാർ. രാമനാമം ചൊല്ലുന്നത് മനുഷ്യന്റെ ഏറ്റവും ആത്മീയമായൊരു സുഖവും സംതൃപ്തിയുമാണെങ്കിൽ അത് ചൊല്ലണം. ഇഷ്ടമുള്ളവൻ ചൊല്ലാനുള്ള അനുമതി കൊടുക്കണം. പ്രശ്നം എവിടെയെന്ന് അറിയാം. പണ്ട് ഈ വന്ദേ മാതരത്തെക്കുറിച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട കാലമുണ്ട്. വന്ദേ മാതരം സ്വയം ചൊല്ലിയിരുന്ന ഒരുപാട് മുസ്ലിം നേതാക്കന്മാർ ദേശീയ തലത്തിലുണ്ടായിരുന്നു. ഒരു വിഭാഗം മിതവാദികളുടെ പക്ഷത്ത് അപ്പുറത്ത് നിന്ന് ഒരു വിഭാഗം വന്ദേ മാതരം നിർബന്ധമായും ചെല്ലണമെന്ന് പറയാൻ തുടങ്ങിയപ്പോൾ മനസ്സില്ല എന്ന് പറയാൻ തുടങ്ങി. നിർബന്ധിച്ച് ഒരു ദൈവനാമം ഉച്ചരിക്കണം. രാമനാമം ചൊല്ലണമെന്ന് ചിത്ര പറഞ്ഞത് ഇവിടുത്തെ മുസ്ലിമുകളോടും ക്രിസ്ത്യാനികളോടും അല്ല, ആരാ ഇപ്പൊ ഹിന്ദുക്കളായ അന്ന് രാമനാമം ചൊല്ലണം എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? ഇപ്പോ ശ്രീരാമന്റെ നാമം ജപിക്കണമെന്ന് ചിത്രചേച്ചി പറയുന്നതിൽ ഒരു തെറ്റുമില്ല. മാത്രമല്ല, അവർക്ക് അത് അവരെ പോലെ ശ്രീരാമനെ ആരാധിക്കുന്ന മനുഷ്യർക്കല്ലേ അത് ബാധകമായിട്ടുള്ളൂ. അവർ ചൊല്ലിയാൽ അതിൽ ഈ പറയുന്ന ഇടതുപക്ഷക്കാരും ഈ പറഞ്ഞ ഒരു സോക്കോൾഡ് മുസ്ലിം നാമധാരികളെ കുറെ അനാർക്കിസ്റ്റുകളും എന്തിനാണ് അവരെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നത്? പാടില്ല. ഒന്നാമത് ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ BJP-യോടുള്ള വിരോധം വന്ന് ബി ജെ പിയുടെ രാഷ്ട്രീയ വിജയം എന്ന നില അവരുടെ നയപരിപാടിയാണ്. ബാബരി മസ്ജിദ് തകർത്ത് രാമക്ഷേത്രം നിർമ്മിക്കുക എന്നുള്ള ഒരു പൊളിറ്റിക്കൽ ആക്ഷൻ പ്ലാനാണ്. അത് നടപ്പിലാക്കി കഴിയുമ്പോൾ ഇതിനെ ഈ അയോധ്യയിൽ ഇപ്പോൾ നിർമ്മിച്ച രാമക്ഷേത്രത്തെ BJP-യുടെ ക്ഷേത്രമായിട്ട് കാണുന്നു. അത് ആണെന്ന് ധരിക്കാനുള്ള കുറേ നടപടികൾ കേന്ദ്ര ഭരണകൂടത്തിന്റെ ഭാഗത്ത്. നമ്മൾ അഭിമന്യുവിനെ മാഷ് ഓർക്കുന്നുണ്ടല്ലോ, മഹാരാജ് കോളേജിലെ നേതാവായിരുന്ന അഭിമന്യുവിന്റെ വളരെ പ്രസിദ്ധമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അഭിമന്യു മരിക്കുന്നതിന് കുറേ നാളുകൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് ഈ സുഡാപ്പികൾ RSSന്റെ പേര് പറഞ്ഞ് RSSനെ മറയാക്കി ഹിന്ദുക്കളുടെ നെഞ്ചത്ത് കാര്യമായി കയറുന്നുണ്ട് എന്നായിരുന്നു അഭിമന്യുവിന്റെ പോസ്റ്റ്. ഞാൻ കണ്ടിട്ടില്ല. യഥാർത്ഥത്തിൽ ഞാൻ മാഷ്ക്ക് അയച്ചു തരാം, എൻ്റെ മക്കളുണ്ട്. അല്ല, അത് എനിക്ക് തോന്നുന്നു യഥാർത്ഥത്തിൽ അത് ഒരു വസ്തുതയല്ലേ? BJP അല്ലെ RSSനെ മറയാക്കി ഹിന്ദു വിശ്വാസങ്ങളെയാണ് ഇവർ ആക്ഷേപിക്കുന്നത്. തീർച്ചയായിട്ടും പാടില്ലാത്തതാണ്, സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഞാൻ രണ്ടും ഒരേപോലെയാണ് കാണേണ്ടത്. ഒന്ന്, ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഹിന്ദു ഈസ് നോട്ട് ഈക്വൽ ടു BJP. ഇന്ത്യയിലെ എല്ലാ മനുഷ്യരും പ്രത്യേകിച്ച് ഇന്ത്യയിലെ എല്ലാ ഹിന്ദു വിശ്വാസികളും, നാനാജാതിക്കാരായ ഹിന്ദു വിശ്വാസികളെയും അവരുടെ രാമനാണ്, അവർ ഹിന്ദുക്കളാണ് എന്ന് പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ഒരു സന്മനസ്സുണ്ടാവണം. അതിൽ തീർച്ചയായിട്ടും വലിയൊരളവിൽ ഇന്ത്യയിൽ കോൺഗ്രസ്സുകാരുണ്ടാവും വിശ്വാസികൾ, വലിയ അളവ് സോഷ്യലിസ്റ്റുകളുണ്ടാവും, കമ്മ്യൂണിസ്റ്റ്, എല്ലാവരും ഏത് പാർട്ടിയിൽപ്പെട്ടവരും വിശ്വാസികൾ അവരുടേത് കൂടിയാണ് ക്ഷേത്രം എന്ന തോന്നലുണ്ടാക്കണം. ഒരു BJP പരിപാടി ആക്കേണ്ടതില്ല ഒരു ക്ഷേത്ര പരിപാടി. BJP പരിപാടി ആക്കിയില്ലല്ലോ. അല്ല, അതൊരു ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോകുന്നു എന്നതുകൊണ്ട് BJP പരിപാടി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി BJP-കാരനായ RSS-കാരനായ പ്രധാനമന്ത്രി ഒരു പ്രത്യേകമായ താല്പര്യം ക്ഷേത്രത്തോട് കാണിക്കും. രണ്ട് കാരണം കൊണ്ട്. ഒന്ന്, അദ്ദേഹം ഹിന്ദുവാണ്, രാമഭക്തനാണ്. മറ്റൊന്ന് അയോധ്യ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു കർമ്മ പരിപാടിയുമാണ്. തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ ആയിരുന്നല്ലോ. BJP-യുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിലുള്ള ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ BJP ഇതരരായ ഇന്ത്യയിലെ രാഷ്ട്രീയക്കാർ ആ ക്ഷേത്ര പദ്ധതിയെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയായിട്ട് കണ്ടാൽ എന്താ തെറ്റ്? അങ്ങനെയുണ്ടെങ്കിൽ ഇപ്പോൾ സുപ്രീം കോടതിയാണ് കുറ്റം പറയേണ്ടത്. ആ BJP-യുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിലെ കാര്യം നടപ്പാക്കാൻ കഴിഞ്ഞത് സുപ്രീം കോടതിയുടെ വിധിയെ തുടർന്നാണ്. അത് നമുക്ക് പലപ്പോഴും കോടതികളെക്കുറിച്ച് അത്തരം ആക്ഷേപങ്ങൾ ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ആഗ്രഹിക്കേണ്ടത് സമാധാനമാണ്. ആ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, വേറൊരു ടോക്കൽ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ആ ക്ഷേത്രം ഉദ്ഘാടനത്തിന് എല്ലാവരെയും ക്ഷണിക്കുക, എല്ലാവരും പോയി ഇരുന്നിട്ട്
BJP അപ്രസക്തമാക്കുകയാണ് അതെ, ചെയ്യേണ്ടിയിരുന്നത്. ക്ഷേത്രത്തിന്റെ ട്രസ്റ്റ് അത് ചെയ്തു. അതെ ചെയ്യേണ്ടിയിരുന്നത് ഒന്ന്. പക്ഷെ അവർ ഭയപ്പെടുന്നത് രണ്ട് തരത്തിലാണ് ഭയപ്പെടുന്നത്. ഒന്ന്, BJPയോടൊപ്പം ചെന്നിട്ട് രാമക്ഷേത്രം പരിപാടിയിൽ പങ്കെടുത്താൽ ഇക്കാലം വരെ രാമക്ഷേത്രം ബാബരി മസ്ജിദ് എന്ന് ഉച്ചരിക്കുകയും അത് തകർക്കാനുള്ളതല്ല, അവിടെ അത് രാമജന്മഭൂമിയല്ല എന്ന് വാദിച്ചുകൊണ്ടിരുന്ന ഇന്ത്യയിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് മാറ്റി പറയാനൊരു മടിയുണ്ടാവും. മാറ്റി പറയാൻ മടിയുണ്ടാവും എന്ന് മാത്രമല്ല, ബുദ്ധിമുട്ടുണ്ടാവും രാഷ്ട്രീയമായതുകൊണ്ട്. രണ്ടാമത്തെ കാര്യം, കേരളം, തമിഴ്നാട് പോലുള്ള സൗത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഈ രാഷ്ട്രീയത്തിന്, മന്ദിർ പൊളിറ്റിക്സിന് വലിയ തിരിച്ചടി ഉണ്ടാവും. അതിനെതിരാണ് സൗത്ത് ഇന്ത്യ. ഇപ്പോൾ കർണാടക, തമിഴ്നാട്, കേരള ഏറ്റവും ചുരുങ്ങിയത്, അത് ഈ ദേശീയ പാർട്ടികൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാവും എന്ന് അവർക്ക് അറിയുകയും ചെയ്യാം. ലെഫ്റ്റിനാണെങ്കിൽ അവരുടെ കർണാടക ഒഴിവാക്കി നിർത്താം. അല്ല, തീർച്ചയായിട്ടും ലെഫ്റ്റിനാണെങ്കിൽ അവസാനത്തെ അവരുടെ അഭയകേന്ദ്രം ആണ്. അല്ല, പൊളിറ്റിക്കൽ താല്പര്യമാണ്. അതുകൊണ്ട് സംഭവിക്കുന്നത് കേരളത്തിൽ എല്ലാവർക്കും രാഷ്ട്രീയ താല്പര്യം. രണ്ട് കാര്യങ്ങളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, ഈ സുപ്രീം കോടതി വിധിയോടെ രാമക്ഷേത്ര നിർമ്മാണത്തോടെ അടയേണ്ടുന്നൊരു അധ്യായം വീണ്ടും ഇവർ തുറക്കുകയാണ്. ഒന്ന്. രണ്ടാമത്തത്, വൈകാരികമായി രാമൻ ക്ഷേത്രത്തിനോട് മമതയില്ലാതിരുന്ന കുറേ ഹിന്ദുക്കളിൽ കൂടി വൈകാരികമായ അടുപ്പം ഉണ്ടാക്കാൻ രണ്ടു കൂട്ടരും ശ്രമിക്കുന്നുണ്ട് സാർ. വേണമെങ്കിൽ ഇപ്പോൾ കോടതി വിധിയാണ്, കോടതി വിട്ടിരിക്കുന്നു. ഇനി അത് ഞങ്ങൾ ഇതുവരെ ഫൈറ്റ് നടത്തി അവിടെ ക്ഷേത്രം നിർമ്മിക്കാൻ കോടതി അനുമതി നൽകി. ആ ട്രസ്റ്റ് ചെയ്യട്ടെ എന്ന് ഗവൺമെന്റിനും വെക്കാം. അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ അല്ല, ഗവൺമെന്റ് അങ്ങനെയൊന്നും അല്ല സാർ. ഗവൺമെന്റ് അമിതമായ ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല. ഗവൺമെന്റ് അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി, റോഡുണ്ടാക്കി, വിമാനത്താവളം ഉണ്ടാക്കി. ഇപ്പൊ ശബരിമല വരുമ്പോഴത്തേക്ക് ഇടതുപക്ഷം ഭരിച്ചാലും റോഡുണ്ടാക്കി. ഇപ്പോൾ ഒരു ഓക്കെ സാർ, ഇപ്പോൾ ഒരു ലോകോത്തരമായ ഒരു ക്ഷേത്രം രാമജന്മഭൂമിയിൽ നിർമ്മിക്കുമ്പോൾ അതിന്റെ ഉദ്ഘാടനത്തിന്, ഇപ്പൊ പറഞ്ഞ പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്ന ചടങ്ങിനൊക്കെ ഒരിക്കൽ പ്രധാനമന്ത്രിക്കൊന്ന് പോവാം. പ്രധാനമന്ത്രിക്ക് ഒരിക്കലൊന്ന് പോകാം. പോകുന്നു, ശിലാപൂജക്കും പോകുന്നു. അല്ല, അത് അദ്ദേഹത്തിന്റെ വിശ്വാസമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മൾ നമ്മുടെ അൽഫോൺസ് അമ്മയെ മാർപ്പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ചപ്പോൾ എന്റെയും മാഷിന്റെയും കീശയിലെ കാശ് കൊണ്ട് ഇവിടുത്തെ ക്രൈസ്തവരായ മന്ത്രിമാർ, അടിവരയിട്ട് പറയാ, റോമിലേക്ക് പോയി. നമുക്ക് ആർക്കും ഒരു കുരു പൊട്ടിയില്ല. ആർക്കും ഇവിടുത്തെ സൈബർ ഓൺലൈൻ ഭാഷയെ പറഞ്ഞാൽ ആർക്കും ഒന്നും ഉണ്ടായില്ല. അതെല്ലാം അതൊക്കെ ആളുകൾ പ്രതികരിച്ചിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. ഇതിൽ ഇത്രയേ ഉള്ളൂ. ഗുജറാത്തിയായ നരേന്ദ്രമോദി ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയി രാമജന്മഭൂമി ഉയർന്നു വരാത്ത കാലത്തോളം ശ്രീരാമന്റെ ജന്മഭൂമി തേടിപ്പോയിരുന്നുവോ? ഉണ്ടാവില്ല സാറേ. BJPയുടെ രാഷ്ട്രീയ അജണ്ടയായി മാറിയപ്പോഴാണ് അയോധ്യ ക്ഷേത്രം ഉണ്ടായത്. അല്ലെങ്കിൽ ഉണ്ടാവില്ല. BJPയുടെ അജണ്ട ശ്രീരാമചന്ദ്രനിലൊന്നും മോദിക്ക് വിശ്വാസമില്ലായിരുന്നു, രാമജന്മഭൂമിയെ കുറിച്ച് ആരും സംസാരിച്ചിരുന്നില്ല എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. മോദി അവിടെ പോയിരുന്നിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അല്ല, ഞാൻ പറയുന്നത് അവിടെ പോകാനില്ല. അവിടെ ബാബറിന്റെ പള്ളിയായിരുന്നു. ഞാൻ പറയുന്നത് മോദി അത്രേ ഉള്ളൂ. അല്ല, ഞാൻ പറയുന്നത് ഇതൊക്കെ പൊളിറ്റിക്കൽ അജണ്ടയായി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ക്ഷേത്രമാണ്. തീർച്ചയായിട്ടും ഞാൻ അതിനെതിരല്ല. ക്ഷേത്രം എവിടെ ഉണ്ടാക്കിയാലും ആരും എതിരല്ല. പക്ഷേ ഒരു ദേവാലയം തകർക്കപ്പെടുന്നതിന് കാരണമായ അടിസ്ഥാന കാരണങ്ങൾ അവിടെ കണ്ടെത്തിയിട്ടുമുണ്ട്. പക്ഷെ അങ്ങനെ കണ്ടെത്താൻ പോയാൽ ഞാൻ സാറിനോട് പറയുന്ന ഒരു കാര്യതേ ഉള്ളൂ. നിങ്ങൾ ഇന്ത്യയിൽ നിന്നല്ല, ലോകത്തിലെവിടെയും ചരിത്രത്തിന്റെ, അതും 500 കൊല്ലത്തിനപ്പുറം. അല്ല, അങ്ങനെ ആരും പറയുന്നില്ല. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ഒരു സെറ്റിൽഡ് ഇഷ്യൂ ആണ്. അത് കഴിഞ്ഞു. അതിൻ്റെ പേരിൽ വീണ്ടും ജനങ്ങളുടെ ഇടയിലേക്ക് സ്പർദ്ധയുണ്ടാക്കാനുള്ള ശ്രമം നിർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിലാണ് നടക്കുന്നത്. കേരളത്തിലും നടക്കും. കേരളത്തിൽ നടക്കാനുള്ള കാരണങ്ങളും ഞാൻ പറഞ്ഞല്ലോ. നമുക്കറിയാം. ഒന്ന് മന്ദിർ പൊളിറ്റിക്സിന്, BJP പൊളിറ്റിക്സിന് ഇപ്പോഴും വേര് കിട്ടാത്തൊരു സ്ഥലമാണ് കേരളം. നരേന്ദ്രമോദി ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് നോക്കുന്നുണ്ട്. നോക്കട്ടെ, ശ്രമിച്ചു നോക്കട്ടെ. അതൊക്കെ നല്ലതാണ്. കേരളത്തിലൊരു ഒരു തേർഡ് ഫോഴ്സ് എന്നുള്ള നിലയിൽ BJP വരട്ടെ. അതിനൊന്നും നമ്മളെ ജനാധിപത്യവാദികളെതിരല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.